20 ഇന്റർവ്യൂ വരെ ഞങ്ങൾ മര്യാദക്കായിരുന്നു. 21ാമത്തെ ഇന്റർവ്യൂവിൽ ഇതേ ഇങ്ങനെ വിടരുത്. എന്താണ് ചെയ്യാൻ പറ്റാത്ത കാര്യം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മള് എനിക്ക് വയ്യടാ നിന്റെ ആൻസർ കേട്ടിട്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ വിചാരിച്ച ഞാനാണ് ഏറ്റവും വലിയ മന്ദബുദ്ധി. എനിക്ക് രണ്ടുപേരും മുന്നേ കിട്ടിയപ്പോൾ സന്തോഷമായി. ചേട്ടാ ഈ നെറ്റിൽ എന്താ പറ്റിയേ? അക്ഷരാർത്ഥത്തിൽ മോഷണം. അവരില്ലാത്ത സമയത്ത് മതിലിയാടി കിടന്ന് 25 കിലോ മോഷ്ടിച്ച് അടുത്ത പടത്തിന് വരുമ്പോണ്ടല്ലോ വീണ ഇരുന്ന് പഠിക്കണം. ഭരതത്തിൽ ഋഷിച്ച് കാണിക്കും മിണ്ടരുതെന്നാണ് എന്റെ ഇത് മതി. India's #1 language academy, Needus Academy. Result ഉള്ളിടത്ത് പഠിക്കാം. കൃഷ്ണശങ്കർ and Amina Nijam, welcome to the show. Thank you. നിങ്ങളിപ്പോ ഓൾറെഡി ഒരു 10-25 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തൊക്കെ ഇരിക്കുകയല്ലേ, സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുകയല്ലേ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ട ചോദ്യം ഏതാണ്? അല്ല, ഞാൻ പുള്ളിക്കാരോട് ഏറ്റവും കൂടുതൽ ഈ ടർബോ ആയിരിക്കും. ചേട്ടനോടോ? എന്നോട് പ്രേമം ടീം. ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? എനിക്ക് ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് തന്നെ, പക്ഷെ അതൊന്നും വേണ്ട. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രീക്വന്റ്ലി തിങ്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം. ഏറ്റവും കൂടുതൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു കാർ ഏതാണ്? ഓടിക്കാനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവരുത്. 4 വീല് വേണം. ബേസിക് നെസസിറ്റീസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ലക്ഷറി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റണം. ചേട്ടാ ഏതെങ്കിലും ഞാൻ ചിരിച്ചതെന്ന് വെച്ചാൽ സത്യമായിട്ടും എനിക്ക് ABCD അറിയില്ല കാറിന്റെ. ബെഞ്ച് കണ്ടിട്ട് ഞാൻ ഓടിയില്ലെന്ന് പറയും, ഓടി കണ്ടിട്ട് BML എന്ന് പറയും. ഏകദേശമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കാറ് നമ്മുടെ കൂട്ടത്തില് കാറിനെ കുറിച്ചും ഭയങ്കര വിവരമുള്ള ഷർഫായിരിക്കുള്ളൂ. ആണോ? ഓക്കെ. അപ്പൊ ഇനി ഫ്രീക്വന്റ്ലി തോട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സംവിധായകൻ ആരാണ്? അമലേട്ടൻ. അമൽ നീരത്ത്. ഒരു പേര് കൊറേ പേരുണ്ട്. അല്ല, പേര് കിട്ടുന്നില്ല, അതാണ് അവനക്ക് ഒരു അതല്ല, കൊറേ പേരുകളുണ്ട്. ഞാൻ ഓരോ പടങ്ങളും കാണുമ്പോഴും ഞാൻ വിചാരിക്കും, ഓ ഇവരോടെ വർക്ക് ചെയ്യണം വിടാർ. ഇപ്പൊ ഞാൻ വൈശാഖ് സാർ, ഞാനിങ്ങനെ ടേബോയിലേക്ക് വന്ന് ഞാൻ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് വൈശാഖ് സാറോടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യം തോന്നി. ഞാൻ പുള്ളിക്ക് ഒരു ലോക്ക്ഡൌൺ സമയത്ത്, അതായത് ഒരു 3 വർഷം മുന്നേ ഞാൻ മെസ്സേജ് അയച്ചതാണ്. ഇപ്പൊ പുള്ളി ആ മെസ്സേജ് കണ്ടിട്ട് എന്തായാലും അങ്ങ് വിട്ടുകൊടുത്തേക്ക, എന്തെങ്കിലും ആവട്ടെ. ചേട്ടാ ഈ നെറ്റിൽ എന്താ പറ്റിയേ? ഇല്ല, ഒരു ചെറിയ കുരു വന്നതാ, അത് പൊട്ടിയാകെ ഇതായിപ്പോ. അത് അതെന്താന്ന് ചോദിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇത് ഒട്ടിച്ചത്. ഇതിനൊക്കെ അത് ചോദിക്കണായിരുന്നു. അത് കാണുമ്പോഴും ഇങ്ങനെ ഇയാളോട് എങ്ങനെ ചോദിക്കണേ, കുരു പൊട്ടിയോ നിൽക്കാണോ ചോദിക്കാൻ പറ്റൂലല്ലോ. ഇതിപ്പോ അങ്ങനെ സംഭവിച്ചാൽ പോട്ടെ, സാരില്ല. കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു നടിയാര്, നടനാര്? ഉർവശി ചേച്ചി. എവിടെയോ നടി എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് സമന്തനെ ഭയങ്കര ഇഷ്ടമാണ്. സമന്തയോടെ വർക്ക് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതുപോലെ സംഭവിക്കും. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യണം. എനിക്കറിയില്ല, എങ്ങനെയാണെങ്കിലും വന്നു ചേർന്നാ മതിയായിരുന്നു. അപ്പൊ എനിക്ക് പുള്ളിക്കാരിനെ ഭയങ്കര ഇഷ്ടമാണ്. നടനാണെങ്കിലോ? ബോളിവുഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ് ആയുഷ്മാൻ ഖുറാന. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. ഓ മൈ ഗോഡ്, വേറെ ലെവൽ. നമ്മളും എത്ര ആരെങ്കിലും തിരിച്ചയക്കാറുണ്ടോ? ആയുഷ്മാൻ ഖുറാന എല്ലാ സ്ക്രിപ്റ്റും ഭയങ്കര മറുപടി അയച്ചിട്ടുണ്ടെന്ന് തിരിച്ച് അറിഞ്ഞോ? കേട്ടോ? ഞാൻ രാവിലെ തൊട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ പല കാര്യങ്ങളും. ഇനി ഞെട്ടാൻ വയ്യ, വൈകുന്നേരം 6 മണി. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആള്. ഞാൻ പുള്ളി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞത്. ആമിർ ഖാൻ, ഷാരൂഖ് ഖാനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആരും എനിക്കൊരു മറുപടി തന്നിട്ടില്ല. ഇവിടുത്തെ ആയുഷ്മാൻ ഖുറാന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ മനസ്സിൽ പാടിക്കൊണ്ട് നടക്കാറുള്ള പാട്ട് ഏത്? കൊച്ചു പാടിക്കൊണ്ട് നടക്കുമ്പോ പാടുന്ന പാട്ടാണ് മറ്റേ അജു പാടിയ പാട്ട്, കൃഷ്ണ 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 കൃഷ്ണ, ആ പാട്ട്. അത് കൊച്ചു പാടിക്കൊണ്ട് നടക്കുമ്പോ. ശരിയാ, എല്ലാ പിള്ളേരുടെയും ഇതിലുണ്ട്.
എവിടെയോ പാടിക്കോ മറ്റേ പാട്ട് മോനെ ജാടാ പച്ചയായ ജാടാ റീൽസ് കാണുമ്പോ ഇതെന്തോ കുത്തി പറയുന്ന പോലെ തോന്നുന്നുണ്ട്. 20 ഇന്റർവ്യൂ വരെ ഞങ്ങള് മര്യാദക്കായിരുന്നു. 21ാമത്തെ ഇന്റർവ്യൂവിൽ ഇതേ ഇങ്ങനെ വിടരുത് കേട്ടില്ല. Last interview 2 വഴിക്കാക്കാം. അയാൾ ആ ലിഫ്റ്റിലാണ്, ഞാൻ കേറില്ല എന്നൊക്കെ. നിങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല. Okay, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഒറ്റ ടാസ്ക് കൊടുത്തതിന്റെ ഈ ഗെയിം റൗണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഈ ഗെയിം റൗണ്ട് അതായത് ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കൈകൊണ്ട് കണ്ണുകൊണ്ട് മാത്രം കളിക്കാൻ പറ്റുന്ന ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഏതാണ്? ഞാൻ കണ്ടില്ല. ഇങ്ങനെ ആ ക്രിയേറ്റീവായി കുട്ടി വന്നു. ഇനി ബാക്കി കാണിക്ക്. അതിപ്പോ മറ്റേ കാണിക്കാം നമ്മള് പണ്ട് കാണിക്കാൻ. അത് പണ്ട് ഒരുത്ത് ഇങ്ങനെ കാണിച്ചിങ്ങനെ ലാസ്റ്റ് ഇത് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെ നോക്കുമ്പോ അങ്ങോട്ട് നോക്കണമല്ലോ. ഞാൻ കളിച്ചു. വെരി ഗുഡ്. ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പട്ടാപകൽ സിനിമയിലേക്ക് വരാം അല്ലേ? പട്ടാപകൽ സിനിമയ്ക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? രാവിലെ മാത്രം നടക്കുന്ന ഒരു കഥയാണ്. പട്ടാപകൽ മാത്രം നടക്കുന്ന പേരിനോട് വളരെ അനുയോജ്യമായിട്ട് ഉള്ള ഒരു കഥ. രാത്രി ആവുന്നില്ല സിനിമയിൽ? രാത്രി ഇല്ല സിനിമയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പട്ടാപകൽ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാപകൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താ? നമ്മള് അരി ഉണക്കാൻ നെല്ല് ഇത് അരിയല്ലല്ലോ ഇത് ഉണക്കത്തില്ലേ ഈ എണ്ണയ്ക്ക് വേണ്ടിട്ട് തേങ്ങയൊക്കെ കൊപ്ര അതൊക്കെ ഉണക്കാൻ ഇടത്തില്ലേ? അത് നമുക്ക് രാത്രി ചെയ്യാൻ പറ്റത്തില്ല. എടാ പട്ടാപകൽ പട്ടാപ്പകല് പട്ടാപ്പകല് ചെയ്യാൻ പറ്റാത്ത കാര്യം. ഞാൻ പട്ടാപ്പകല് മാത്രം ചെയ്യാൻ പറ്റും. സോറി താൻ പറഞ്ഞത് കൊപ്ര ഉണക്കാൻ പറ്റൂല. രാത്രി അർദ്ധരാത്രി അല്ലാന്ന്. എന്ത് നമ്മുടെ ചോദ്യം പട്ടാപകൽ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്നാണ്. രാവിലെ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ പട്ടാപകൽ ചെയ്യാൻ പറ്റാത്തത്. പട്ടാപകൽ ഒരിക്കലും നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പട്ടാപകൽ സിനിമയിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരാളാരാണ്? എനിക്ക് ഇപ്പൊ രണ്ടുപേരുമായിട്ടാണ് കോമ്പിനേഷൻ. എനിക്ക് രണ്ടുപേരും ഇഷ്ടമായി. ഗോകുലൻ ചേട്ടനും സുധി രണ്ടുപേരും. ചേട്ടനോ? കിച്ചു ടെല്ലസ്, പ്രശാന്ത്, ഫ്രാങ്കോ, ഇവരായിട്ടൊന്നും ഞാൻ ഇതുവരെ അഭിനയിച്ചില്ല. ഇവരും 3 പേരായിരുന്നു എന്റെ കോംബോ. അങ്ങനെയാണെങ്കിൽ പട്ടാപകൽ നിങ്ങൾ ചെയ്ത ഒരു കള്ളത്തരം എന്താണ്? ഇപ്പൊ പറയാം. കൊപ്ര ആടുന്ന സമയത്ത് അങ്ങനെ പറയണെങ്കിൽ കാണിച്ച കള്ളത്തരം സ്കൂളിൽ കോപ്പി അടിക്കുക. രാവിലെ പരീക്ഷ. വെരി ഗുഡ് ആൻസർ. ഞാൻ ഏറ്റവും മോഷ്ടിച്ചൊന്നും പറയരുത്. പോലീസ് പിടിച്ചോണ്ട് ഞാൻ സ്കൂളൊന്നും കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ബെഞ്ചിലായിരുന്നു എപ്പോഴും. അപ്പൊ അത് ഇറങ്ങിക്കാനുള്ള ഭാഗ്യം ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് അപ്പുറത്തെ വീട്ടിൽ മറ്റേ ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ, ഇങ്ങനെ ആ നെല്ലിക്കയുടെ പേര് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഷേപ്പ് ഉണ്ടാവും അതിന്. നോർമൽ നെല്ലിക്ക റൗണ്ട് അല്ലേ? ഇങ്ങനെ നെല്ലിക്ക ഉണ്ടല്ലോ, ഗ്രൂപ്പ്സ് ഉണ്ട്. നെല്ലിക്ക അല്ല, ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവോ അതിന്റെ പുറത്ത് വേറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ ഒരു നെല്ലിക്ക ഉണ്ട്. ആ നെല്ലിക്ക ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഇത് ഇങ്ങനെ ടെറസിൽ നമ്മുടെ അക്ഷരാർത്ഥത്തിൽ മോഷണം. അവരില്ലാത്ത സമയത്ത് ഞാൻ ഫ്രണ്ട് ബെഞ്ചാണ്. അവരില്ലാത്ത സമയത്ത് മതിലയാടി കടന്ന് ഒരു 25 കിലോ മോഷ്ടിച്ച് എന്നിട്ട് പറയാണ് ഇങ്ങനെയുള്ള നെല്ലിക്കല്ലേ ഞാൻ ഫസ്റ്റ് ബെഞ്ചാന്നൊക്കെ. പട്ടാപകലിന്റെ പ്രൊഡ്യൂസർ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഹാപ്പി അല്ലേ എന്ന് മറ്റേ പടത്തില ചോദിക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കായിരുന്നോ? ഹാപ്പി അല്ലേ കാണുമ്പോ ഒരു സാധു മനുഷ്യൻ ആണോ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ പട്ടാപകൽ സംവിധായകൻ തന്ന ഒരു ഉപദേശം എന്താണ്? ഉപദേശം ഒന്നും തന്നിട്ടില്ല. അവിടെ ഉണ്ടല്ലേ ഉപദേശം ഒന്നും തന്നിട്ടില്ല. വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്കൊന്നും ഇല്ല. എല്ലാ ആദ്യത്തെ ടേക്ക് തന്നെ നല്ല ഒരു പെട്ടെന്ന് നമ്മള് കാര്യങ്ങൾ ചെയ്ത് അത്യാവശ്യം നല്ല സെറ്റ് ആയിരുന്നു. കിച്ചേട്ടൻ എന്താ ഉപദേശം തന്നെ സംവിധായകൻ? എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഡാൻസ് കളിക്കുന്ന ഒരു സീക്വൻസ് അപ്പൊ പുള്ളി 2-3 പ്രാവശ്യം എന്നെ നിർബന്ധിച്ചു. കളിക്കാൻ പറ്റും. എനിക്ക് പറ്റില്ല എനിക്കറിയാലോ. കളിക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു 2-3 സ്റ്റെപ്പ് ഇട്ട് വെച്ചു. അല്ല, ഞാൻ സ്റ്റെപ്പ് വീട്ടിൽ കാണിച്ചപ്പോ ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ റെമ്യൂണറേഷൻ അങ്ങോട്ട് കൊടുക്കാന്ന് നിങ്ങൾ മേടിച്ച കാശ് പ്രൊഡ്യൂസർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഒന്ന് മാറ്റാം. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചിട്ട് എങ്ങനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചിട്ട് 2 സ്റ്റെപ്പ് ഇട്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ സിനിമയിൽ നായകനും നായികയല്ലേ? ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഇതിൽ അങ്ങനെ 2 പേരില്ല എന്നുള്ളതാണ് പട്ടാപകലിന്റെ യഥാർത്ഥ സത്യം. അപ്പൊ ഞാൻ വീണ്ടും മറ്റേ ആ ചോദ്യം, ആ ക്ലീശ ചോദ്യം, പട്ടാപകൽ സിനിമ എന്തുകൊണ്ട് കാണണം?
നല്ലൊരു തമാശ പടമാണ്. പിന്നെ ഇത്ര ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പൊ അവരെല്ലാരും നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ 2 മണിക്കൂറുള്ളൂ സിനിമ, അപ്പൊ അത് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. ഈ ഡാൻസ് വെച്ച് ബാക്കിയൊക്കെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു, എന്റെ ഡാൻസ് കേട്ടോ. ഈ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യോട് ചോദിക്കട്ടെ, 12 വർഷമായിട്ട് വിവാഹം കഴിച്ച ഒരാൾ ഇനി വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് എന്ത് ഉപദേശം കൊടുക്കും? മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആള് വിവാഹം കഴിക്കുക, ആരും നിർബന്ധിച്ചാലും കഴിക്കരുത്. അല്ലല്ല, അതന്നെ പറ, മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെ കഴിക്കാം, നിർബന്ധിച്ച കഴിക്കേണ്ട വല്ല ബിരിയാണി ഒക്കെ കഴിക്കാം, അല്ലാതെ കല്യാണം കഴിക്കരുത്, അത്രേ ഉള്ളൂ. വെരി സെൻസിബിൾ ആണ്. അങ്ങനെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിക്കണം എന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ അതിനെ പറ്റി ആൾക്കാര് എന്തോ ഒരു ക്ഷാമമുള്ളത് പോലെ. എന്താല്ലേ എന്ത് ചോദിച്ചു ഉത്തരം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മള് എന്താ പറയാ, ഇല്ല, തീരുമാനമുണ്ട്, പക്ഷെ അതിന്റെ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ മറ്റേ ചേട്ടനും പറ്റൂല, മറ്റേ പുള്ളി പറ്റൂല, അങ്ങനെ തീരുമാനമില്ല. കുട്ടി എന്താണ് പറഞ്ഞത് ഞാൻ ആലോചിക്കായിരുന്നോ. ഇങ്ങനെ ആൻസേഴ്സ് പറയാനായിട്ട് നീ പ്രത്യേകം ട്രെയിനിങ് എടുത്തിരുന്നോ? ഇല്ല, ഇതുവരെ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല, ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുക്കും. നല്ലതല്ലേ, ഞാൻ ക്ലാരിറ്റി തരല്ലേ, അത്രേ ഉള്ളൂ, ഒരിക്കലും ഇല്ല. അത് ഏതായാലും പട്ടാപകൽ ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ, ഈ ജൂൺ 28 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ? അത് നല്ലൊരു സിനിമയായിരിക്കും, കാരണം സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു, അതിന് അപ്പൊ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ക്യാരക്ടേഴ്സ് ആരെന്ന് നമുക്കറിയില്ല, അത് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ് കൊണ്ടുവന്നേക്കണേ, അത് ഷാനെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിച്ചു, അപ്പൊ എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്, അപ്പൊ അത് ആളുകൾക്ക് വർക്കാവും. അവനിക്ക് ടെൻഷൻ ഉണ്ടോ? ടർബോയ്ക്ക് ശേഷം അടുത്തിറങ്ങാൻ പോകുന്ന സിനിമ അപ്പൊ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഉള്ള ടെൻഷനുകൾ? ഇപ്പൊ ഇത് സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല, ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു, എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്, ഈ റിലീസാണ്, പ്രാർത്ഥിക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല ഇപ്പൊ ഇവിടെ അവനെ ഞാൻ സമ്മതിച്ചു. ഒരു ചോദ്യം പോലെ എനിക്ക് അടുത്ത പടത്തിന് വരുമ്പോണ്ടല്ലോ വീണ ഇരുന്ന് പഠിക്കണം, പെണ്ണിനെ ഇന്റർവ്യൂ ചെയ്യണം, എന്റെ പൊന്നു നെഞ്ചുവേനെടുത്തിട്ട് വയ്യാന്നൊക്കെ. ഒരിക്കലും ഇല്ലടാ, ഒരിക്കലും ഇല്ല. ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റില് ഇതിലും വലിയ ചോദ്യങ്ങളായി തിരികെ വരുന്ന എത്രയോ തോറ്റേക്കണു, എനിക്ക് ഇവിടെ തന്നെ ഞാൻ എത്രയോ തോറ്റേക്കണു. പകൽ സിനിമ നല്ല വിജയമാകട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ സിനിമ തുറന്നു തരട്ടെ. ജൂൺ 28 എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.